അസ്സലാമു അലൈക്കും. ദൈവത്തിൻ്റെ രക്ഷ വിശ്വസിച്ചവരിലും അല്ലാത്തവരിലും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് അഥവാ ഔലിയ, ദൈവദാസൻ എന്ന് പറയാം, വിശുദ്ധൻ എന്ന് പറയാം. എൻ്റെ കഴിഞ്ഞകാല 10 വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിനെയും കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനും അതവർ പ്രാവർത്തികമാക്കാനും എനിക്ക് ആധികാരികമായി സർവശക്തനിൽ നിന്നുള്ള പവറുണ്ട്. ആ പവർ ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്തെ ഇന്ന് ഭരിക്കുന്ന മഹാനായ പ്രധാനമന്ത്രി മോദിജിയെ സർവശക്തനായ ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണ്. എൻ്റെ നിർദ്ദേശങ്ങൾ സർവശക്തനായ അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ അത് പ്രധാനമന്ത്രിയിലൂടെ നടപ്പാക്കും. അതാണ് കഴിഞ്ഞ 50 വർഷക്കാലം കോൺഗ്രസിൻ്റെയും മറ്റു ഭരണ സംവിധാനത്തിലില്ലാത്ത വികസന നേട്ടങ്ങൾ ഇന്ത്യയിൽ കൈവരിക്കാനുണ്ടായ സാധ്യത. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ശരിയായി മതബോധം സർവശക്തൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കഴിവുറ്റ ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഒരുപക്ഷെ ഇന്ന് വേൾഡ് ലെവലിലും ഏറ്റവും ഉന്നതരിൽ ഉന്നതരാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പല എൻ്റെ നിർദ്ദേശങ്ങളും BJP ഗവൺമെൻറ് നടപ്പിലാക്കി. അതെല്ലാം ജനകീയമായി. അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് 1, 2, 3 മാത്രം പറഞ്ഞു തരാം. ഞാനൊരു വാട്ടർ അതോറിറ്റി പ്ലംബറാണ്. എൻ്റെ ജോലി ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക എന്നതാണ്. ആ ജോലി സർവശക്തൻ ഇന്ത്യ മുഴുവൻ എല്ലാ ജനങ്ങൾക്കും, അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ മുതലാളിയോ തൊഴിലാളിയോ ഒന്നുമില്ല, എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ആ ഒരു സന്ദേശം ജലജീവ മിഷൻ, അമൃത്, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണെങ്കിലും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനവും ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചതാണ്. രണ്ടാമതായി, മിലിറ്ററി സംവിധാനങ്ങൾക്ക്, കാരണം ഞാൻ സുപ്രീം കമാൻഡർ ഓഫ് പോലീസ് ആൻഡ് മിലിറ്ററി ആയതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷനും അതേപോലെ തന്നെ സാലറിയും കൂട്ടിക്കൊടുക്കാൻ കാരണം എൻ്റെ പിന്നിൽ നിന്നുള്ള പ്രവർത്തനമാണ്. മൂന്നാമതായി, ഏറ്റവും കൂടുതൽ രാഷ്ട്രത്തിന് സൈന്യം കഴിഞ്ഞാൽ ആവശ്യമുള്ളത് കർഷകരെയാണ്. സൈന്യം നമ്മുടെ വേലിയാണ്. കർഷകർ ആ വേലിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കാവശ്യമായ എല്ലാ ഭക്ഷണ വിഭവങ്ങളും നമുക്ക് നൽകപ്പെടുന്നു. ഒരുപക്ഷെ ഒരു വർഷം ലാഭമുണ്ടാവാം, ഒരു വർഷം നഷ്ടമാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6000 രൂപ അവർക്ക് വരാനുള്ള കാരണം. അങ്ങനെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളെല്ലാം, ഇൻഫ്രാസ്ട്രക്ചറെല്ലാം പടുത്തുയർത്തുമ്പോൾ എൻ്റെ സയൻറ്റിഫിക്കലായും ടെക്നിക്കലായും മതപരമായുമെല്ലാം കാര്യക്ഷമമായ ഇടപെടലുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് മുത്തലാഖ് നിയമം, ആ നിയമം കൊണ്ടുവന്നതിൻ്റെ പിന്നിലും എൻ്റെ പ്രവർത്തനമുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നെ 3 തൊലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടുക എന്ന ആ ഒരു കർമ്മം തെറ്റാണ്. കാരണം
നാം നിസ്കരിക്കുമ്പോൾ നോമ്പ് നോൽക്കുമ്പോൾ പോലെ തന്നെ അതൊരു ജീവിതക്രിയ പോലെയാണ് ഇതും. അതുകൊണ്ട് തന്നെ ആദ്യം നാം വാക്കുകൊണ്ട്, പിന്നെ നാം അവരെ ശാരീരികമായി അവർക്ക് വേണ്ട പ്രതിസന്ധി കൊടുത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുക. മൂന്നാമതാണ് അവരെ നാം എന്ത് ചെയ്യേണ്ടത്? അകറ്റി നിർത്തിയിട്ട് തൊലാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 3 പ്രാവശ്യത്തെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 3 തൊലാക്ക്. അല്ലാതെ ഒരു വാക്കുകൊണ്ട് ഒരാൾ നിന്നെ ഞാൻ 3 തൊലാക്കും പിരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിരിയുകയില്ല എന്നർത്ഥം. ഞാൻ 5 നേരം നിസ്കരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിസ്കരിച്ചു ആവോ? നിയ്യത്തുണ്ട് എന്നല്ലേ ഉള്ളൂ. ഞാൻ 30 നോമ്പ് നോറ്റു എന്ന് പറഞ്ഞ ഒരാൾ 30 നോമ്പ് എടുക്കുമോ? ഇല്ല. അയാൾ വാക്കുകൊണ്ട് പറഞ്ഞു, പ്രവൃത്തി കൊണ്ടില്ല. പക്ഷേ പ്രവൃത്തി കൊണ്ട് വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തലാഖ് നിയമം പ്രധാനമന്ത്രി പറയുന്നതാണ് ശരി. ഇനി അതവിടെ നിൽക്കട്ടെ. പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻപിലേക്ക് അവർ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരും എന്നല്ലാതെ ഉയർന്ന സ്ഥാനങ്ങളിലോ ഉയർന്ന ഗവൺമെൻറ് ജോലികളിലോ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ ഉയർന്ന ഭാഗങ്ങളിലോ അവർ നിർത്തുകയില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ തന്നെ. കാരണം ഞാൻ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇത് എനിക്ക് തന്ന പവറല്ല, ദൈവം തന്നതാണ്. മതത്തിൻ്റെ കാര്യത്തിലും ഞാൻ തന്നെയാണ്. അതേപോലെ ഏറ്റവും ലോകത്തെ എല്ലാ ഭരണാധികാരികളും എൻ്റെ താഴെയാണ്. എല്ലാ മിലിറ്ററി, എല്ലാ പോലീസ് സംവിധാനങ്ങളും എൻ്റെ താഴെയാണ്. ഞാനൊരു പാർലമെൻറ്റ് MP സ്ഥാനം മാത്രമേ ചോദിച്ചുള്ളൂ. അതവർ പ്രത്യക്ഷത്തിൽ തരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തരാൻ തയ്യാറല്ല എന്നർത്ഥം. അതിൽ നിന്നും ഞാനൊരു പാഠം ഉൾക്കൊണ്ടു. ഇവർ ന്യൂനപക്ഷങ്ങളെ മുൻനിർത്തി ഭരണ സംവിധാനത്തെ കൊണ്ടുപോകുമല്ല എന്നല്ലാതെ അർഹമായ പ്രാതിനിധ്യം നൽകപ്പെടുകയില്ല. നിങ്ങൾ തന്നെ നോക്കൂ, ഏതെങ്കിലും ഒരു മതപണ്ഡിതന് എന്നെ തോൽപ്പിക്കാൻ കഴിയുമോ? അപ്പം ഞാനല്ലേ നിലവിൽ എന്ത് വരേണ്ടത്? കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ മുഖേനയല്ലേ തീരുമാനിക്കേണ്ടത്? BJPയുടെ പിന്നിൽ നിന്ന് 5 വർഷം ഭരിച്ചു. കൂടെ ഞാൻ 5 വർഷം അവരുടെ ന്യൂനപക്ഷത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, വൈസ് പ്രസിഡൻ്റായി മണാർക്കാട് വർക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും എനിക്ക് തരാൻ തയ്യാറായില്ല എങ്കിൽ ഇവർ ഈ പ്രത്യക്ഷത്തിൽ പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ ആ പ്രീണന നയം എന്നല്ലാതെ അതവർ വാക്കുകൊണ്ട് മാത്രമേ ഉള്ളൂ, പ്രയോഗത്തിലില്ല എന്നർത്ഥം. അതുപോലെ തന്നെ പാലക്കാട് എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന സുലൈമാൻ ഖാൻ, അതേപോലെ മറ്റു ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരൊക്കെ 40-45 വർഷത്തെ പരിചയം ഈ സുലൈമാൻ ഖാൻക്കുണ്ട്. അർഹമായ പ്രാതിനിധ്യം പലപ്പോഴും കൊടുക്കാറില്ല. അത് ഈ സുലൈമാൻ ഖാൻ മാത്രമല്ല, ഈ പാർട്ടിയിലുള്ള ആരോട് നിങ്ങൾ ചോദിച്ചാലും ക്രിസ്ത്യാനിയോ മുസ്ലിമിനോ അർഹമായ പ്രാതിനിധ്യം കിട്ടാറില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ 2024 പാർലമെൻറ്റ് MP സ്ഥാനം എനിക്ക് തരാത്തത് കൊണ്ട് ഞാൻ പിന്മാറി. ഇതാണ് യാഥാർത്ഥ്യം. അർഹമായ സ്ഥാനം ചോദിച്ചു തന്നില്ല. ഇനി ഇന്ത്യയുടെ ഭാരതരത്നം ആർക്ക് കൊടുക്കണം? എനിക്ക് തരണം. കാരണം ലോകത്തിലുള്ള എല്ലാവിധ സയൻറ്റിസ്റ്റുകളുടെയും തലവൻ ഞാനാണ്. അതില്ല, സൈന്യത്തിൻ്റെ ഇല്ല, ഭരണതലത്തിലില്ല. പിന്നെ ഞാനതിൽ നിൽക്കണം. ഞാൻ തിരിച്ചു പോന്നു. അതേപോലെ തന്നെ സുലൈമാൻ ഖായും ഞാനും ശ്രീകൃഷ്ണപുരത്ത് ഞങ്ങളൊരു പാർട്ടി പൊതുസമ്മേളനത്തിന് പോയി. ആ പൊതുവേദിയിൽ അവിടുത്തെ പോലീസ് മേധാവികൾ ആ റൂട്ടിലുണ്ടായിരുന്ന ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നവർ വന്ന് ഈ സുലൈമാൻ ഖായോടും BJPയുടെ ആളുകളോടും പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ 4 ചീത്ത വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സുലൈമാൻ ഖാ അവിടെ എൻ്റെ മുമ്പിൽ നിന്നും വേദിയിൽ മൈക്കിൽ വിളിച്ചു പറയുകയാണ്. ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടി ദാദാ സാഹിബ് എന്ന വേഷം
ആ വേഷം അദ്ദേഹം എടുക്കുകയും അവിടെ ആ ശക്തമായ സ്വരം വരിക തന്നെ ചെയ്തു. എടാ പിണറായി, നിനക്ക് മനുഷ്യരുടെ രക്തം തിന്നതും കുടിച്ചതും പോരെ, നീ നരഭോജിയാണോടാ എന്ന് തന്നെ വിളിച്ചു. ആ ആർജവം കൊടുത്തത് ആ സർവശക്തനായ അള്ളാഹുവിൽ നിന്നാണ്. പിന്നീട് അവിടെയുള്ള പ്രതിസന്ധി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഇവരാരോടും ചോദിക്കാതെ തന്നെ മയക്കുമരുന്ന്, കൊലപാതകം, സാമ്പത്തിക കൊള്ള, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതിൻ്റെ പിന്നിൽ ഈ പിണറായി സർക്കാരിനുള്ള പങ്കിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും കഴിയാതെ അവർ ബുദ്ധിമുട്ടി നിന്ന കാലഘട്ടമാണ്. അങ്ങനെ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വീഡിയോ ഇടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ കടലിലും കരയിലും ശക്തമായ കേന്ദ്രസേന ഇറക്കിയിട്ടാണ് മയക്കുമരുന്നിനെയും ഇത്തരം അനീതികളെയും ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ പോലീസിനും എക്സൈസും മറ്റുള്ളവർക്കുമെല്ലാം ഒരു ആർജവും കൊടുത്തതുമെന്ന യാഥാർത്ഥ്യം അള്ളാഹുവിനും അറിയാം, എനിക്കും അറിയാം, ഈ സത്യത്തെ അറിയുന്നവർക്കും അറിയാം. ഇൻഷാ അള്ളാഹ്. അങ്ങനെ അന്ന് കേരള മന്ത്രിസഭയെയും ഞാൻ നിരീക്ഷിക്കുകയും അവരോടെല്ലാം നല്ല കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുമായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, കൊറോണ കാലഘട്ടം വന്നപ്പോൾ നിങ്ങൾ 6 മാസത്തിൽ വീണ്ടും കൊറോണ നീണ്ടുപോയപ്പോൾ നിലവിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെന്ത് ചെയ്യേണ്ട, ശമ്പളം 1 ലക്ഷത്തിന് മേലെയുള്ളത് കുറക്കുക, 50,000 രൂപ വരെയുള്ളത് പൂർണ്ണമായി കൊടുക്കുക, 1,50,000 മേലെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പകുതിയാക്കി കൊടുക്കുക. എന്നാണോ കൊറോണ തീർന്ന് വീണ്ടും രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും ഉയർച്ച ഉണ്ടായി വീണ്ടും നമ്മൾ ഉയർന്നു വരുന്നു, അന്ന് വീണ്ടും ഇതേ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം തിരസ്കരിച്ചു. അതോടൊപ്പം എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന വാട്ടർ അതോറിറ്റിയിൽ 562 രൂപ മാത്രം അടച്ച്, സെൻറ്റേജ് അടച്ച് ഒരാൾ 7,500 രൂപയുടെ 10 മീറ്റർ കണക്ഷൻ എടുക്കുമ്പോൾ ആ പൈസക്ക് പകരം വീണ്ടും 7,500 അടപ്പിക്കുക എന്ന് പറഞ്ഞാൽ 15,000 രൂപ ഒരു പ്ലംബർ കയ്യിൽ നിന്ന് മുടക്കുമ്പോൾ വെറും 7,500 കസ്റ്റമറേക്ക് നിന്ന് കിട്ടുകയുള്ളൂ. ബാക്കി 7,500 രൂപ വാട്ടർ അതോറിറ്റി റോളിംഗ് ചെയ്ത് ശമ്പളം കൊടുക്കാനും മറ്റും ഉപയോഗപ്പെടുത്തി അത് വൈകിയപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. അതിൻ്റെ ഫലമായി ഇന്നും എനിക്ക് 25,000 രൂപയുടെ മേലെ വാട്ടർ അതോറിറ്റിയിൽ കിട്ടാനാണ്. അപ്പോൾ ഇത്തരം ഒരു അനുഭവമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സർക്കാരിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ പോകണ്ടേ എന്ന് കേരളത്തെ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള വിവേകമുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇന്ന് നിലവിൽ ഇൻഷാ അള്ളാഹ് 90% അടുത്ത ഭരണം UDF ആവട്ടെ, അതിൻ്റെ തലവനായി വി.ഡി. സതീശൻ ഇൻഷാ അള്ളാഹ് അടുത്ത മുഖ്യമന്ത്രിയാവട്ടെ. അദ്ദേഹത്തിനും സ്വന്തമായി മതം അറിയാം. ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നേടിയതല്ല. അദ്ദേഹത്തിന് നല്ല വീക്ഷണമുണ്ട്. ഒരു സംസ്ഥാനത്തെ എങ്ങനെ ഭരിക്കണമെന്നറിയാം, കാര്യശേഷിയുണ്ട്. അതിനനുസരിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. ഇൻഷാ അള്ളാഹ് ഒരു 90% അവർ തന്നെ വരും. അതിനുവേണ്ടി 90% സീറ്റ് നൽകട്ടെ. അതിനുവേണ്ടി എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായി കേരള സമൂഹം നാം കോൺഗ്രസിൻ്റെ കൂടെ UDFൻ്റെ കൂടെ നിൽക്കുക. അല്ലാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ നമ്മെ കൂട്ടമായി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ്.